യുക്രൈനിലെ യുദ്ധഭൂമിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഹാർക്കീവിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കർണാടക സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥി നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടു. ഭക്ഷണം വാങ്ങാനായി പുറത്തു പോയപ്പോഴായിരുന്നു ആക്രമണം. നവീനൊപ്പം 2 വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നതായും ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മ പറഞ്ഞു. നവീൻ ശേഖരപ്പ 21 വയസ്സ്, 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി. യുക്രൈൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വിദ്യാർത്ഥി. അതിശക്തമായ ആക്രമണം നടക്കുന്ന ഹാർക്കിവിൽ രാവിലെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടത്. ഹാർക്കിവ് നാഷണൽ മെഡിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു നവീൻ. കൂട്ടുകാർക്കൊപ്പം ദിവസങ്ങളായി ബെഗട്ടോവ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബങ്കറിലാണ് കഴിഞ്ഞിരുന്നത്. ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ ധൈര്യമില്ലായിരുന്നു. വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ നവീൻ തയ്യാറായി. മിനിറ്റുകൾക്കുള്ളിൽ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു. കുറെ കഴിഞ്ഞ് സഹപാഠിയായ പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ചാണ് നവീൻ കൊല്ലപ്പെട്ട വിവരം ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. This boy Srikant gets a phone call from Naveen's phone by some local official saying that so-and-so person has died in this thing. വിദേശകാര്യ വക്താവ് അരവിന്ദ് ബഗ്ചിയാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ നവീന്റെ സഹോദരൻ ശിവകുമാറുമായി സംസാരിച്ചു. There was a shelling taking place. He was outside buying grocery. Shelling taking place at that point of time. Unfortunately, he succumbed to that. In that, the student contractor has identified. His friends have identified, and therefore we are really sorry to confirm that. കർണാടകയിലെ ഹവേരി സ്വദേശിയാണ് നവീൻ ശേഖരപ്പ. പഠനം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ദാരുണാന്ത്യം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ നവീന്റെ കുടുംബത്തെ അറിയിച്ചു. Prime Minister will speak to the family, and he has already spoken. Prime Minister has already spoken, and we will do our best to recover the body and bring it back to India. വാർ ഡെസ്ക്, ന്യൂസ് 18. വീട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നവീൻ ശേഖരപ്പ. ഇന്നലെ വീട്ടുകാരുമായി വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ശക്തമായ ആക്രമണം നടക്കുന്ന കാര്യം നവീൻ പറഞ്ഞിരുന്നു. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതോടെ യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ ആശങ്കയിലായി. ಬಿಲ್ಡಿಂಗ್ ನೀವೇನಿದ್ದೀರಲ್ಲ ಅದ್ರ ಹೊರಗಡೆ ಶೋ ಮಾಡ್ರಿ ನೀವು ಫ್ಲಾಗ್. ಅವ್ರು ಅದನ್ನ ಹೇಳಿದ್ರು ಮಿನಿಸ್ಟರ್, ಎಷ್ಟು ಸಾಧ್ಯ ಆಗುತ್ತೆ ನಮ್ಮ ಫ್ಲಾಗ್ ಹಿಡ್ಕೊಂಡು ಹೇಳಿದ್ರಿ ಅಂತ. ಅದನ್ನ ಮರಿಬಾರ್ದು. ನಿಮ್ಗೆ ಡೈರೆಕ್ಟ್ ಕಾಂಟ್ಯಾಕ್ಟ್ ಅದ. മരണത്തിന് മണിക്കൂറുകൾ മുൻപ് നവീൻ ശേഖരപ്പ വീട്ടുകാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമമുണ്ടെന്ന് വീട്ടുകാരോട് പറയുമ്പോഴും എല്ലാവരും ധൈര്യമായിരിക്കണമെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് നവീൻ. ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് സഹപാഠികൾ. 6 ദിവസമായി ബങ്കറിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ്. വിശപ്പ് അസഹ്യമായപ്പോഴാണ് നവീൻ ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയതെന്ന് ഹാർക്കിവ് നാഷണൽ സർവകലാശാലയിലെ നവീന്റെ ജൂനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഷെല്ലിംഗ് ബോംബ്സ് ഉണ്ട്, ഫയറിംഗ് ഉണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ എങ്ങനെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാനാണ് അവർ എല്ലാവരും ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അറ്റാക്സ് ആണ് നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഫിസിക്കൽ കണ്ടീഷൻസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസത്തേക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം സീരിയസ്ലി ഇവിടെ കീവ് പോലെ തന്നെ ഹാർക്കിവ് ഇനി ആക്കാനായിട്ടുള്ള പ്ലാനിംഗ് ആണെന്ന് അറിയത്തില്ല. അതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ പ്ലീസ് ട്രൈ ടു ഇവാക്യുവേറ്റ് us from here. സുമി, കീവ് തുടങ്ങി മറ്റു നഗരങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. വെടിയൊച്ചയും സ്ഫോടന ശബ്ദവും മാത്രമാണ് കേൾക്കുന്നത്. രക്ഷാദൌത്യം നടക്കുന്ന മേഖലകളിലേക്ക് സ്വയം എത്തണമെന്ന നിർദ്ദേശമാണ് കൂടുതൽ അപകടകരമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. 500 കുട്ടികളോളം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും എത്ര നാള് നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുറത്തിറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മിസൈലുകളും ടാങ്കുകളും ചീറിപ്പായുമ്പോൾ രക്ഷപ്പെടാനായി പുറത്തിറങ്ങുക അസാധ്യമാണ്. വാർ ഡെസ്ക്, ന്യൂസ് 18. നവീന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവീന്റെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും കേന്ദ്ര സർക്കാർ ഒഴിപ്പിക്കലിന് നയപരമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാഹുൽ ട്വീറ്റ് ചെയ്തു. നവീന്റെ മരണത്തെ തുടർന്ന് റഷ്യ യുക്രൈൻ സ്ഥാനപതികളെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് റഷ്യൻ സ്ഥാനപതി പ്രതികരിച്ചു. റഷ്യൻ ഷെല്ലാക്രമണത്തിൽ നവീൻ കൊല്ലപ്പെട്ട ഹാർക്കീവിലാണ് ആൽവിനും സുഹൃത്തുക്കളും ഇപ്പോൾ ഉള്ളത്.
ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടാവുന്ന അവസ്ഥയാണ് ഖാർക്കിവിലെന്ന് ആൽവിൻ ന്യൂസ് 18നോട് പറഞ്ഞു. പുറത്തിറങ്ങിയാൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. തദ്ദേശവാസികളുടെ പക്കൽ ആയുധമുണ്ടെന്നും ആൽവിൻ പറയുന്നു. ഇവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ദിവസം കൂടുമ്പോഴും കീവ് പോലെ തന്നെ, അതായത് കീവ് എങ്ങനെയാണോ ഇപ്പൊ നിൽക്കുന്നത് അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഷെല്ലാക്രമണം ഭയങ്കരമായിട്ട് കൂടുന്നു. ഈവൻ മിസൈൽ അറ്റാക്സ് പോലും ഇന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദഷ്പ്രോമിൽ ഇന്ന് ഫ്രീഡം സ്ക്വയറിന്റെ അവിടെ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായി. ഞാനിവിടെ നിൽക്കുന്നിടത്ത് 3 ഹോസ്റ്റലുണ്ട്. ഏകദേശം 2000-ന് മുകളിൽ പിള്ളേരുണ്ട്. 3 ഹോസ്റ്റലും കൂടെ കൂട്ടുവാണെങ്കിൽ ശരിക്കും ആദ്യം കീവിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പം ഖാർക്കീവിന്റെ സിറ്റുവേഷൻ. ഇതുവരെയും ഖാർക്കീവിനായിട്ട് ഇതുവരെ നമുക്കൊരു ലെറ്റർ ആയിട്ട് എംബസിന്ന് വന്നിട്ടില്ല. ഈവൻ കീവിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് എങ്ങനെയാലും വെസ്റ്റേൺ സൈഡിലോട്ട്, വെസ്റ്റേൺ യുക്രൈനിലോട്ട് പൊക്കോ, നിങ്ങൾ വെസ്റ്റേൺ യുക്രൈൻ ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നാണ് ശരിക്കും എംബസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ജീവൻ പണയപ്പെടുത്തി. ഇപ്പൊ ഖാർക്കീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാർക്കീവിൽ ഇപ്പൊ മെയിൻലി അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കുട്ടികളുള്ള ഈ സ്ഥലത്ത് എങ്ങനെയാലും ഇവിടുന്ന് കുട്ടികളെ മാറ്റുക അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു സാഹചര്യം എന്തേലും നിങ്ങളൊന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ശരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പം ഇനി എത്ര ദിവസം ഇവൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫുഡ് തീർന്നു, ഇവര് തന്നുകൊണ്ടിരുന്ന ഫുഡ് തീർന്നു, ഇനി ഫുഡില്ല, വെള്ളമില്ല. ഞങ്ങളിപ്പോ ഏകദേശം 5 ദിവസം കഴിഞ്ഞ് ഈ ബങ്കറിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഹോപ്പില്ലാത്തോ അല്ലെങ്കിൽ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എന്തെന്നൊരു ചോദ്യത്തിന് ശരിക്കും പതറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. മിസൈൽ അറ്റാക്സ് ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു ഖാർക്കീവില്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒലസ്ക്യൂസ്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും ഞാൻ ഇത്രയും പറയുന്നതെങ്കിൽ അത് സങ്കടം കൊണ്ടാണ്. സീരിയസ്ലി എന്താണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടുന്ന് വെസ്റ്റേൺ സൈഡിലോട്ട്, ഞങ്ങൾ നിൽക്കുന്നത് ഈസ്റ്റേൺ യുക്രൈനിലാണ്. ഇവിടുന്ന് വെസ്റ്റേൺ യുക്രൈനിലോട്ട് പോകുക എന്ന് പറയുന്നത് ഏകദേശം 1400-1600 കിലോമീറ്ററുകൾ താണ്ടിയാണ് പോകാൻ. റെയിൽവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്ന് പറയുന്നത്, ഇവിടുന്ന് വോക്സാൾ സ്റ്റേഷനിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു 3/4 മണിക്കൂർ ട്രാവൽ. ആ ഒരു ട്രാവൽ ഏകദേശം ഇവിടുന്ന് 3/4 മണിക്കൂർ എടുക്കും. ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും 8 കിലോമീറ്ററേ ഉള്ളൂ. ഒരൊറ്റ ക്യാബ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടുന്ന് നടക്കാനെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. കാരണം എപ്പോഴാണ് ഷെൽ ബോംബ് വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയും വോക്സാൾ സ്റ്റേഷനിൽ എത്തിയാലും മെട്രോ ട്രെയിൻ കിട്ടുമെന്ന് പോലും ഒരു ഉറപ്പില്ല. ട്രെയിൻ കിട്ടിയാൽ തന്നെ അവിടെ യുക്രൈനിയൻസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമുക്കറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾ കേട്ടതാണ്, ഇപ്പം അവിടുന്ന് യുക്രൈനിയൻസ് പോലും ഇന്ത്യൻസിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പെപ്പർ സ്പ്രേ അടിക്കുന്നു, വെപ്പൺസ് കാണിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. കാരണം ആദ്യം യുക്രൈനിയൻസ് പോയിട്ട് ഇന്ത്യൻസ് പോയാൽ മതി എന്ന രീതിയിൽ അതുപോലെ സിറ്റുവേഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾക്ക് എതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈവൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ പോലും ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ചെന്നിട്ട് ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ടവരുണ്ട്. സോ ഇത്രയും വേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും കിലോമീറ്റർ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം തത്സമയ സംപ്രേഷണം. നവീൻ ശിഖരപ്പ ഗ്യാനഗുഡർ, Indian student who was studying in the Kharkiv National Medical University and who died earlier today. The Prime Minister conveyed his deep anguish on the loss of the life of an Indian national. As you can imagine, we remain very concerned about the situation in Kharkiv, Sumy and adjacent areas which are currently in a conflict zone. Earlier this afternoon, I separately called in the ambassadors of Russia and Ukraine. You would recall that the last time we had a briefing 2 days ago, I did convey to you that I had called in the ambassadors to emphasize to them the need for protection of our citizens, in particular students who are in the conflict zone. They had been given assurances in this regard. Today, I reiterated strongly our demand for urgent safe passage for all Indian nationals who are still in Kharkiv and other cities in the conflict area. As I had mentioned again last time, we have sent a team of officers from our mission in Moscow to the border region of Russia adjoining Ukraine. This team is currently in a city called Belgorod, which is not far from Kharkiv. The function of the team is to examine all the options in terms of the route out, accommodation for our people, the transportation options. Essentially, this team is in place and ready to see whatever we can do to extract our students and citizens from the Kharkiv Sumy area. We have, of course, reiterated our demand not just in Delhi,
but also in both Moscow and Kiev, and we have done that both to the diplomatic and military authorities of both countries. Evacuation from Kharkiv is now our top priority. I had also mentioned that we had an estimated 20,000 Indian students in Ukraine at the time that we issued our first advisory. This is the general number of people who are Indian nationals in Ukraine. And from that number, 12,000 approximately have since left Ukraine, which is 60% of the total number of our citizens in Ukraine. Of the remaining 40%, roughly half remain in the conflict zone in the Kharkiv-Sumy area, and the other half have either reached the western borders of Ukraine or are heading towards the western borders of Ukraine. In other words, they are generally out of the conflict areas, out of harm's way. Now in Kiev, following the lifting of the curfew during the day yesterday and today, our mission had issued an advisory proposing that our students and community members leave Kiev, use trains, use different options to leave Kiev. I understand that since then, all of our nationals have left Kiev. The information with us is that we have no more nationals left in Kiev. Nobody has contacted us from Kiev since. All our inquiries have revealed that each and every of our nationals have come out of Kiev to the extent that we can tell you. I'm talking about citizens. We have also understand that another 1,400 of our citizens who were in this southern town called Zaporizhia, which is also in an expanding conflict zone, have also departed and moved towards the western borders of Ukraine. On the Moldova border, another 400 students have been able to cross through into Moldova, and are shelters there arranged by the MEA team that I had mentioned last time is in place in Chisinau, facilitating their movement from there to Bucharest. Even as we speak, the embassy office in Ukraine is being set up in Lviv, which will enable our embassy teams to spread out to the border areas of Ukraine with Poland, Slovakia, Hungary and Romania. The idea is that they will be there in person. They should be able to facilitate and assist our citizens who are trying to exit Ukraine into each of these countries and leave the conflict area. We have also sent additional teams. I think we have sent another 25 officers to all of these 4 missions neighboring Ukraine to supplement the very minimum staffing that we have in normal course. You are aware that the Prime Minister has sent 4 senior cabinet ministers as special envoys to each of these countries, and they are already either on their way or in place. And of course, these teams that are there will also supplement all of these efforts that are on the way to assist our citizens in crossing over and also their stay and facilitation in the countries concerned until we can get them on a flight back home. Over the next 3 days, 26 flights have been scheduled to bring out Indian citizens. Apart from Bucharest and Budapest, airports in Poland and the Slovak Republic will also be used. We will mount as many flights as required. A C-17 Indian Air Force aircraft is also expected to fly out tomorrow morning at 4 a.m. and reach Romania, where it will also bring back, repatriate our citizens who are there. We will be also, in the course of the next few days, mounting more Indian Air Force flights to bring back our citizens. I had also mentioned humanitarian assistance to Ukraine at the request of the Ukrainian government. A flight left this morning carrying the first tranche of humanitarian assistance to Ukraine through Poland.
The consignment comprised medicines, medical equipment, other relief material. Another flight tomorrow will carry a second consignment, also through Poland. And besides medicines, we have a number of other items that are also there, which are all for the use of humanitarian use in Ukraine. You are aware that Prime Minister yesterday had spoken to his counterparts from the Slovak Republic and Romania to seek their assistance in continued support to our evacuation efforts. He has just now spoken to the President of Poland in a similar endeavor. He has also received calls, and this happened as we were at the meeting, from the President of France and the President of the European Union Commission, Charles Michel. So in a sense that, we are certainly reaching out diplomatically to all concerned to ensure the safety and security and protection of our citizens in Ukraine. I think we have examined every possible option. The safe passage that we are seeking is very, very important. I'd emphasize to both the Russian and the Ukrainian ambassadors the importance of providing this corridor, this option to enable our citizens to leave Kharkiv and Sumy. And I think the ambassadors recognized the necessity of getting our citizens out of this conflict zone. And we will be in touch with them in this regard. Thank you very much. Sir, look, I will take a very few questions. I saw your hand first, we'll take 4 rounds. Okay. सर मैं मनीष हूँ TV9 भारतवर्ष से। एक बात जो समझ में नहीं आ रही है कि हम लोग लगातार विजुअल्स देख रहे हैं कि सारे एग्जिट पॉइंट पे बॉर्डर पे सैकड़ों स्टूडेंट्स हैं और जो संबंधित जितनी भी कंट्री है, चाहे रोमानिया हो, पोलैंड हो, ये सब कह रहे हैं कि हम देने को तैयार है। फिर आखिर दिक्कत क्या हो रही है? क्यों स्टूडेंट्स एग्जिट पॉइंट से बाहर नहीं निकल पा रहे? क्या यूक्रेन साइड से कुछ प्रॉब्लम है? उस पर कुछ ഓപ്പറേഷൻ ഗംഗ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് കൂടുതൽ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹർഷവർദ്ധൻ ശൃംഗ്ല മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റഷ്യൻ അതുപോലെ തന്നെ യുക്രൈൻ അംബാസഡർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ വേഗത്തിൽ നടപടിക്രമങ്ങൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആശങ്കകൾ പരിഹരിക്കണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്കും വാർത്തകളിലേക്കും നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. 12,000-ഓളം ഇന്ത്യക്കാരെ യുക്രൈനിൽ നിന്നും ഒഴിപ്പിച്ച് നാട്ടിലേക്ക് എത്തിച്ചു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ത്യൻ എംബസി സംഘം റഷ്യൻ അതിർത്തിയിലേക്ക് നീങ്ങും. ഖാർക്കീവിനടുത്തുള്ള അതിർത്തിയിലെത്തും. അവിടെ നിന്ന് കൂടുതൽ പേരെ നാട്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഖാർക്കീവ് സുമി മേഖലയിലുള്ളവരെ ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെയും യുക്രൈൻ്റെയും അംബാസഡർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ, യുക്രൈനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിവേഗത്തിൽ നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ KP അഭിലാഷ് നൽകും. അഭിലാഷ്, 12,000-ഓളം പേരെ ഒഴിപ്പിച്ചു. ഇനിയും നിരവധി പേർ അതിർത്തിയിലുണ്ട്, പ്രത്യേകിച്ചും ഖാർക്കീവ് അടക്കമുള്ള മേഖലയിലുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അപ്പോൾ ഏതു തരത്തിലുള്ള നടപടി സ്വീകരിക്കും? ഓപ്പറേഷൻ ഗംഗ ഏതു തരത്തിലാണ് വിപുലപ്പെടുത്തുന്നത്? ജോയ് നായർ, ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഖാർക്കീവ് സുമി മേഖലയിലുള്ളവരെ ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യൻ എംബസി സംഘം റഷ്യയുടെ അതിർത്തിയിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ്. ഖാർക്കീവിന് അടുത്തുള്ള അതിർത്തിയിലാണ് ഈ സംഘം എത്തുക. പിന്നീട് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഏറ്റവും സുഖകരമായി ഇവർക്ക്
അതിർത്തി കടക്കുവാനുള്ള ഒരു മാർഗം തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് എത്തിക്കൊണ്ട് ഈ മേഖലയിലുള്ളവരെ ഒഴിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുക, സാധ്യമായ എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഖലയുടെ വാർത്താ സമ്മേളനം ഇപ്പോഴും തുടരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും ശക്തമായ ഭാഷയിൽ തന്നെ റഷ്യയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷിതമായ ഒഴിപ്പിക്കൽ നടപടിക്ക് വിധേയമാക്കണം, അതിനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന് ശക്തമായ ഭാഷയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചതിൽ ഉള്ള അതിർത്തി കൃത്യമായും ഇന്ത്യ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഒഴിപ്പിക്കൽ ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊത്തം 20,000-ഓളം ഇന്ത്യക്കാർ യുക്രൈനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക്. അതിൽ 12,000-ഓളം ആളുകളെ ഇതുവരെ ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അതിർത്തി പ്രദേശങ്ങൾ കടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. 60% ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു കണക്ക് തന്നെയാണ്. ഇനി 40% ആളുകളെയാണ് ഒഴിപ്പിക്കാനുള്ളത്. അതിൽ ഈ ഖാർക്കിവ് സുമി മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവരെ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ തുടരുന്നത്. ഇവരെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് അടക്കം കൂടുതൽ സംഘത്തെ എംബസിയിൽ നിന്ന് കൂടുതൽ സംഘത്തെ അയച്ചുകൊണ്ട് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് പറയുന്നു. കിവിയിൽ ഇപ്പോൾ ഇന്ത്യക്കാരായ ആളുകൾ ആരും തന്നെ ഇല്ല എന്നാണ് ഹർഷവർദ്ധൻ ശൃംഖല വ്യക്തമാക്കുന്നത്. അതായത് കിവിയിൽ ഉള്ള ആളുകൾ പൂർണ്ണമായും അതിർത്തി കടന്നു എന്നല്ല. ജോയ് നായർ, അവിടെ ശ്രദ്ധിക്കേണ്ടത് കിവി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഇനി റഷ്യ ആക്രമണത്തിന് ഉന്നം വെക്കുന്നത്. ആ മേഖലയിൽ ഇന്ത്യക്കാർ ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ മേഖലയിൽ നിന്ന് ഇന്ത്യക്കാർ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഖാർക്കീവ് സുമി മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും ആളുകൾ തുടരുന്നുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം. അതിനെ നേരിട്ട് എംബസി ഉദ്യോഗസ്ഥർ ഇടപെടുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഖാർക്കീവിൽ ആണ് ഇന്ത്യക്കാരൻ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. അത് വലിയ തോതിലുള്ള ഒരു അമർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ സംഭവത്തിൽ അപലപിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. നിരവധി രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രിയുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദേശ പൗരന്മാരെ അടക്കം കൊലപ്പെടുത്തിക്കൊണ്ടുള്ള റഷ്യയുടെ സൈനിക നീക്കത്തിനെതിരെ വ്യാപക വിയോജിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി അതിർത്തി കടക്കുവാൻ അനുവദിക്കണമെന്ന് റഷ്യൻ അംബാസിഡറെ ഇന്ന് ഇന്ത്യ വിളിച്ചു വരുത്തിയിരുന്നു. കൃത്യമായ ഒരു താക്കീത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വിദേശകാര്യ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്ട്രോങ്ലി ഡിമാൻഡഡ് എന്ന നിലയിൽ ഉള്ള ഒരു പദപ്രയോഗം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇന്ത്യ സ്ട്രോങ്ലി ഡിമാൻഡഡ് എന്ന പ്രയോഗത്തിലൂടെ, അതായത് കടുത്ത ഭാഷയിൽ തന്നെ ആവശ്യം ഉന്നയിക്കുന്നു, അതിശക്തമായി തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നു. ഏറ്റവും സുരക്ഷിതമായ പാതയിലൂടെ ഇന്ത്യക്കാർക്ക് പുറത്തു വരുവാനുള്ള അവസരം ഒരുക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ തീർച്ചയായും റഷ്യ അതിനോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ റഷ്യൻ അതിർത്തിയിൽ പ്രത്യേക സംഘം പുറപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി സ്ഥിരീകരിക്കുന്നത്. ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇനി രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും. അതോടൊപ്പം തന്നെ 4 അയൽ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ കൂടി എത്തുന്ന സാഹചര്യമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാളെ തന്നെ ഇന്ത്യയുടെ സൈനിക വിമാനം, എയർഫോഴ്സിന്റെ വിമാനം പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. അതോടൊപ്പം കൂടുതൽ വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളെയും ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുക എന്ന ദൗത്യം കൂടുതൽ ഊർജിതമാക്കുകയാണ് ജോയ് നായർ ഈ ഘട്ടത്തിൽ. 26 വിമാനങ്ങൾ അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിമാനങ്ങൾ അയച്ച് എത്രയും വേഗത്തിൽ അവിടെ ഉള്ളവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്, അല്ലേ? തീർച്ചയായും നമുക്ക് ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായുള്ള വിമാനങ്ങളുടെ ഉൾപ്പെടെ ഒരു പട്ടിക ലഭിച്ചിരുന്നു. അത് നമ്മൾ പ്രേക്ഷകരുമായി നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 26 വിമാനങ്ങൾ എന്നത് അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി 48 വിമാനങ്ങൾ ആണ്
വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ 9 വിമാനങ്ങളാണ് രക്ഷാദൌത്യവുമായി നിലവിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ അതിവിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് രക്ഷാദൌത്യത്തിനു വേണ്ടി നടത്തുന്നത്. ഇതിൽ 26 വിമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നതാണ്. അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ആയിരുന്നു നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഈ ദൌത്യത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾ, സ്വകാര്യ കമ്പനികളുടെ വിമാനങ്ങൾ ഉൾപ്പെടെ എത്തുന്നു. 29 വിമാനങ്ങളാണ് റൊമേനിയയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ 13 എയർ ഇന്ത്യ വിമാനങ്ങളുണ്ട്, 8 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ, 5 ഇൻഡിഗോ, 2 സ്പൈസ് ജെറ്റ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ വായുസേനയുടെ വ്യോമസേനയുടെ വിമാനം റൊമേനിയയിലേക്കാണ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അതിവിപുലമായ സംവിധാനം തന്നെയാണ് ഇന്ത്യ ഒരുക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഹർഷവർദ്ധൻ ശൃംഗ്ല അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത്. എന്തായാലും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KP അഭിലാഷ്. യുക്രൈനിലെ ആക്രമണം റഷ്യ ശക്തമാക്കിയിരിക്കുന്നു. കീവ് ലക്ഷ്യമാക്കിയുള്ള റഷ്യൻ സേനയുടെ മുന്നേറ്റം തുടരുകയാണ്. അല്പസമയം മുമ്പ് കീവിൽ സ്ഫോടനമുണ്ടായി. രണ്ടാം വട്ട സമാധാന ചർച്ച നാളെ നടക്കുമെന്ന് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് സെലൻസ്കി വികാരാധീനനായാണ് സംസാരിച്ചത്. റഷ്യയെ ഭീകര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും മണ്ണിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അവസാന നിമിഷം വരെ പോരാടുമെന്നും സെലൻസ്കി പറഞ്ഞു. ഇതിനിടെ യുക്രൈന്റെ യൂറോപ്യൻ യൂണിയൻ അംഗത്വം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. യുക്രൈന്റെ അപേക്ഷ സ്വീകരിച്ചതായി യൂറോപ്യൻ പാർലമെന്റ് അറിയിച്ചു. സരുണെ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. സരുൺ, 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം ഈ കീവിലേക്കുള്ള സൈന്യത്തിൻ്റെ ഒരു മുന്നേറ്റം. അല്പസമയം മുമ്പ് അവിടെ സ്ഫോടനമുണ്ടായി. അതിൻ്റെ തീവ്രത എത്രത്തോളമാണ്? ഒപ്പം തന്നെ ഈ സൈനിക മുന്നേറ്റം ഏത് തരത്തിലാണിപ്പോൾ ഉള്ളത്? എത്രത്തോളം നാശം വിതച്ചാണ് സൈന്യത്തിൻ്റെ മുന്നേറ്റം നടക്കുന്നത്? ജോയി, ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയും കീവ് ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യ നടത്തിയിരുന്നു. കീവിന്റെ സമീപത്തേക്ക് മിസൈൽ ആക്രമണം റഷ്യ നടത്തിയിരുന്നു. പക്ഷേ മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ഈ കീവ് ലക്ഷ്യമിട്ടുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കീവിന് സമീപത്തെ ടെക്നോളജി സെന്ററിന് സമീപത്തുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ 1 മണിക്കൂർ മുമ്പ് റഷ്യ നിർദ്ദേശം നൽകിയിരുന്നു. അവിടെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് റഷ്യ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കീവിൽ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. അവിടെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. അവിടെ TV ടവർ തകർത്തതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നഗരത്തിൽ നിന്ന് ആളുകൾ പരമാവധി ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പുകൾ റഷ്യ ഇന്ന് രാവിലെ മുതൽ നൽകിയിരുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പ് ഈ കീവ് നഗരത്തിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കീവ് നഗരത്തിൽ റഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ TV ടവറിന് നേരെയാണ് ആക്രമണം റഷ്യ നടത്തിയത്. പ്രധാനപ്പെട്ട മേഖലകളിൽ ആക്രമണം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷൊയ്ഗു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കീവ് ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ. മറ്റൊന്ന് ജോയി സൂചിപ്പിച്ചതുപോലെ ഈ കീവ് ലക്ഷ്യമിട്ട് റഷ്യൻ സേനയുടെ വരവാണ്. ഈ കീവിന് സമീപം 20 കിലോമീറ്റർ അകലെ 64 കിലോമീറ്റർ നീളത്തിലാണ് റഷ്യൻ പട കീവ് ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ കീവ് ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരിക്കും റഷ്യ നടത്തുക. കഴിഞ്ഞ ദിവസം തന്നെ കീവിൽ കർഫ്യൂ പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ഈ കീവ് നഗരത്തിലെ തലസ്ഥാന നഗരത്തിലെ ആളുകളോട് സ്വതന്ത്രമായി മറ്റിടങ്ങളിലേക്ക് പോകാൻ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഈ കീവ് ലക്ഷ്യമിട്ടുള്ള ആക്രമണം കടുപ്പിച്ചത്. ഇന്ന് പകൽ ഈ ഹാർക്യൂ മേഖലയിലാണ് റഷ്യയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലാണ് ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയത്. അതിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടത്. ഇവിടെ ഈ നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ചിന്നിച്ചിതറുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. മറ്റൊന്ന് ഈ യുക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങൾ എല്ലാം റഷ്യ കീഴടക്കുന്ന ആ ഭാഗങ്ങളിൽ റഷ്യയുടെ മുന്നേറ്റമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇവിടെ കരിങ്കടലിനോട് ചേർന്ന ഒഡേസ നേരത്തെ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു. മറ്റൊന്ന് അസോസ് കടലിന്റെ തീരത്തുള്ള സപ്പോർസിയ, അതുപോലെ തന്നെ നേരത്തെ ഈ വിമതന്മാരുടെ കൈവശമുണ്ടായിരുന്ന ഡോൺബാസ്, ഇവിടെയൊക്കെ ആക്രമണം ശക്തമാണ്. ഈ റഷ്യയുടെ അതിർത്തി പ്രദേശമായ ഈ ഹാർക്യൂ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ന് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. സരുൺ, ഇത്തരം ആക്രമണങ്ങൾ തുടരുമ്പോഴും യുക്രൈൻ പ്രതിരോധിക്കുകയാണ്. ഇന്ന് സെലൻസ്കി
പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ അവിടെയുള്ളവർ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. അപ്പോൾ യുക്രൈൻ്റെ ഒരു നീക്കം, പ്രത്യേകിച്ചും യുക്രൈന് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതൊക്കെ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം റഷ്യയ്ക്ക് ഇനി ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിർണായകമാകും? പ്രത്യേകിച്ചും യുക്രൈന് പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ജോയ്, ഏറെ വൈകാരികമായിരുന്നു യൂറോപ്യൻ പാർലമെന്റിനെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അഭിസംബോധന ചെയ്തത്. യൂറോപ്പിനെ ഒരുമിച്ച് നിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളും ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ ധീരന്മാരെയും മറ്റും ബലി കഴിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് അവരെ നഷ്ടമായി. പക്ഷേ ഈ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. യുക്രൈനെ തകർക്കാൻ കഴിയില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞത്. അതുപോലെ തന്നെ യുക്രൈന്റെ യൂറോപ്യൻ അംഗത്വത്തിലുള്ള അപേക്ഷ യൂറോപ്യൻ പാർലമെന്റ് പരിഗണിക്കുകയാണ്. അതിനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം യുക്രൈൻ നൽകിയിരുന്നു. ഇതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോയ് സൂചിപ്പിച്ച പോലെ ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി റഷ്യയുടെ ഈ സൈനിക നീക്കത്തെ എതിർക്കുന്നുണ്ട്. പക്ഷേ യുക്രൈനിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന സൂചനയാണ് ഇന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നൽകിയത്. ഈ യുക്രൈന്റെ മണ്ണിൽ അമേരിക്കയുടെ ആണവായുധങ്ങൾ കൊണ്ടുവരാനുള്ള വിന്യസിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും റഷ്യ തടയും. യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ ആണവായുധങ്ങൾ പിൻവലിക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പോരാട്ടം, ഈ ലക്ഷ്യം കാണും വരെ ഞങ്ങൾ ഈ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് റഷ്യ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം റഷ്യയുടെ സൈനിക നീക്കത്തെ എതിർക്കുന്നുണ്ട്. ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ ഈ പ്രമേയത്തിൽ ഇപ്പോഴും ചർച്ച തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിന്റെ നാളെ ഈ പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ റഷ്യയെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ യുക്രൈന്റെ പിന്തുണയുമായി ഏതൊക്കെ രാജ്യങ്ങളാണ് എത്തുക എന്നുള്ള, ഈ ലോകം ഏതൊക്കെ ചേരിയിൽ അണിനിരക്കും എന്നതിന്റെ വ്യക്തമായ സൂചന നാളത്തെ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ റഷ്യയുടെ സൈനിക സന്നാഹം കീവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ചും കീവിൽ അല്പം സമയം മുമ്പ് സ്ഫോടനമുണ്ടായതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളാണ് സരുണ ജോസ് നൽകിയത്. ഇടവേള. ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് കോവിഡ് മാനദണ്ഡങ്ങളും ഹരിത പ്രോട്ടോക്കോളും പാലിച്ചാണ് ബലിതർപ്പണം നടക്കുക. തിരുവനന്തപുരം ആഴിമലയിൽ നിന്ന് SS ശരൺ, ആലുവ മണപ്പുറത്ത് നിന്ന് ജോബി ജോൺ, കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ലിനീഷ എന്നിവർ ചേരും. ആദ്യം ആലുവ മണപ്പുറത്ത് നിന്ന് സിജോ ചേരുന്നു. സിജോ, ശിവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. വലിയ തോതിലുള്ള ഭക്തജനത്തിരക്ക് പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. ആലുവ മണപ്പുറത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ബലിതർപ്പണം അടക്കമുള്ള ചടങ്ങുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ശിവരാത്രി ആഘോഷങ്ങൾക്കും ബലിതർപ്പണത്തിനും വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ആലുവ ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞോടുകൂടി ആളുകൾ ഇന്ന് വലിയ നിരയായിരുന്നു. വൈകുന്നേരം ഒരു 7 മണിയോടുകൂടിയാണ് ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്പലത്തിൽ ദർശനത്തിന് നിയന്ത്രണങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ആളുകൾ കയറുന്നതനുസരിച്ച്, അമ്പലത്തിൽ കയറുന്നതനുസരിച്ച് ചിലയിടങ്ങളിൽ തടയും. അതിനുശേഷം ഭക്തരെ അല്പം ആളുകളെ കയറ്റിവിടും. പിന്നീട് ആളുകൾ പോയതിനു ശേഷമാണ് കയറ്റിവിടുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ ആരംഭിച്ച രക്ഷാസന ഇപ്പോഴും തുടരുകയാണ്. രാത്രി 12 മണിയോടുകൂടി ശിവരാത്രി വിളിക്ക് എഴുന്നള്ളിക്കുന്നതോടെയാണ് പിതൃകർമ്മങ്ങൾക്ക് ഔദ്യോഗികമായ തുടക്കമാകുക. പക്ഷേ ദൂരസ്ഥലങ്ങളിൽ നിന്ന്, വേറെ ജില്ലകളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഭക്തർ എത്തിയിരുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് അവരെത്തിയത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി തന്നെ ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കുമാകും. 148 ബലിത്തറകളാണ് ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഇത്തരം സ്ഥലങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർശന സുരക്ഷയിൽ തന്നെയാണ് ഈ ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. 8 DSPമാരുടെ നേതൃത്വത്തിൽ 1000 പോലീസുകാരെ ഇവരെ വിളിച്ചിട്ടുണ്ട്. ഇവിടത്തേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. KSRTCയിലെ പ്രത്യേക സർവീസുകളുണ്ട്. ഇന്ന് രാത്രി 11 മണിയോടുകൂടി ആലുവയിലേക്കും മെട്രോ അത്ര സമയമുണ്ട്. അതിനുശേഷം നാളെ 4:30 മുതൽ തന്നെ ഇങ്ങോട്ട് ഭക്തർക്ക് എത്തുന്നതിനുള്ള സർവീസുകൾ മെട്രോയും ആരംഭിക്കും. എന്തായാലും
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണുള്ളത്. കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആലുവ മണപ്പുറത്തു നിന്നുള്ള വിശദാംശങ്ങളാണ് സിജോ ജോൺ നൽകിയത്. ആഴിമലയിൽ നിന്ന് SS ശരൺ ചേരുന്നു. ശരൺ, ആഴിമലയിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ എത്രത്തോളം ഭക്തജന തിരക്കുണ്ട്? എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത്? എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജോയ്, തീർച്ചയായിട്ടും വിഴിഞ്ഞം ആഴിമല ക്ഷേത്രത്തിലും വലിയ ആഘോഷ പരിപാടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഈ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഈ ഭക്തരുടെ എണ്ണത്തിലടക്കം വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പേർക്ക് ഇവിടെ എത്തി സുഗമമായി ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ മുതൽ നമുക്ക് തിരക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന കണ്ടു തൊഴാനായിട്ട് വലിയ ഭക്തജന തിരക്കായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ സ്റ്റേജ് പരിപാടികൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഈ സ്റ്റേജ് പരിപാടികൾക്ക് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, കടുത്ത നിയന്ത്രണമായിരുന്നു. എന്നാൽ ഇത്തവണ സ്റ്റേജ് പരിപാടികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് പരിപാടികളൊക്കെ കാണാനായിട്ടും നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ആഴിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, ശ്രീകണ്ഠേശ്വരം, ചെങ്കൽ ക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നാളെ പുലർച്ചെ വരെ ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ക്ഷേത്ര ഭാരവാഹികൾ, ഈ കോവിഡ് വ്യാപനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ക്ഷേത്ര ഭാരവാഹികൾ ചില നിർദ്ദേശങ്ങൾ ഈ ഭക്തർക്ക് നൽകുന്നുണ്ട്. മാസ്ക് കൃത്യമായി ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ വലിയ തോതിൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് വൈകിട്ടുമൊക്കെ ഈ ഒരു സമാനമായ സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ജോയ്, വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ കൂടിയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവിടെ ക്ഷേത്രം ഭാരവാഹികൾ ഭക്തരെ നിയന്ത്രിക്കുന്നതും വിപുലമായ ചടങ്ങുകളാണ് ആഴിമലയിൽ നടക്കുന്നത്. എന്തായാലും കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ലിൻഷയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശിവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. കോഴിക്കോട് നിന്ന് ലിനിഷ ചേരുന്നു. ലിനിഷ, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ് ഉള്ളത്. ലിനിഷ, അവിടെ ചടങ്ങുകൾ ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? ജോയ്, ശിവരാത്രിയോടനുബന്ധിച്ച് കഴിഞ്ഞ 7 ദിവസങ്ങളായി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷം ഇത്തരത്തിലുള്ള യാതൊരു ആഘോഷങ്ങളും നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടെ കൂടിയിരിക്കുന്നുള്ളത്. നമുക്ക് കാണാം, കഴിഞ്ഞ 7 ദിവസമായിട്ട് വ്യത്യസ്ത പൂജകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ 7 ദിവസത്തെ അവസാന ദിവസമാണ്. ഇവിടെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് കൊടിയിറങ്ങുന്നതോടുകൂടി ഉത്സവത്തിന് പരിസമാപ്തിയാവുകയാണ്. അങ്ങനെ പരിസമാപ്തിയിലേക്ക് പോകുന്ന ഈ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ആറാട്ട് എഴുന്നള്ളത്ത് കഴിഞ്ഞ് കൊടിയിറക്കത്തോടുകൂടി ഇവിടുത്തെ പൂജകളുടെ പരിസമാപ്തിയാവുകയാണ്. ഇവിടെ ഇപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കുകയാണ്. 3 ആനകളെ അണിനിരത്തി ദേവിയെ ക്ഷേത്രത്തിന് നടയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമാണ് ഇവിടെയുള്ള കൊടിയിറക്കത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആവുക. കഴിഞ്ഞ 7 ദിവസമായി നടത്തുന്ന പരിപാടിയാണ്. ഇന്ന് വൈകുന്നേരം 4:30 ദേവിയുടെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. 5-ന് പാർത്ഥസാരഥി മണ്ഡപത്തിൽ നിന്നും സഹസ്രനാമാർച്ചനയും ഉണ്ടായിട്ടുണ്ട്. 8 മണിക്കാണ് എഴുന്നള്ളപ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ 8 മണി കഴിഞ്ഞിട്ടും ആളുകളുടെ തിരക്ക് മൂലം ഭക്തജന പ്രവാഹം അത്രയും ഉണ്ട് ഈ അമ്പലത്തിൽ. ഇത് കഴിഞ്ഞ് വിശേഷാൽ പൂജയോടെയാണ് ശിവരാത്രി കൊടി ഇറക്കം ആവുക. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ആഘോഷങ്ങളുടെ മാറ്റുകൂടുന്നതാണ് ഇത്തരത്തിലുള്ള ജനക്കൂട്ടം. 2 വർഷത്തിന് ശേഷമുള്ള വലിയൊരു ആൾക്കൂട്ടമാണ് നമുക്കിവിടെ സാക്ഷിയാവാൻ കഴിയുന്നത്. ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. ശിവക്ഷേത്രങ്ങളിൽ വലിയ തോതിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ, മണപ്പുറം അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ആഘോഷങ്ങൾ നടക്കുന്നു. ബലിതർപ്പണം അടക്കമുള്ള ചടങ്ങുകൾ രാവിലെ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് ശരൺ
കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ, കോഴിക്കോട് നിന്ന് ലീനിഷ എന്നിവരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.